അടുത്തതായി ഈ വേദിയിലേക്ക് എത്തുന്നത് പദ്ധതി പ്രസംഗം 2 അവതരിപ്പിക്കാൻ ശ്രീ ഹരിദേവാണ്. അദ്ദേഹത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഇന്ന് നിയുക്തനായിരിക്കുന്നത് ശ്രീ അജിത് കുമാർ CK ആണ്. ആലപ്പുഴ സ്വദേശിയായ ശ്രീ അജിത് കുമാർ CK തങ്ങളുടെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നൽകിയായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എല്ലാ മലയാളികളുടെയും സ്വപ്നമാണ് സർക്കാർ ജോലി എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് സർക്കാർ ജോലി എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷയം തന്നെ വളരെ ഒരു നല്ല ഒരു സബ്ജക്റ്റ് തന്നെയാണ്, നല്ലൊരു വിഷയം തന്നെയാണ്. SNCSൻ്റെയും NSSൻ്റെയും പ്രസംഗ കളരിയിലൂടെ പ്രസംഗം എന്ന ജ്ഞാനം ആർജിച്ച ശ്രീ ഹരിദേവിന് എല്ലാവിധ ആശംസകളും നേരുന്നു. തൻ്റെ പദ്ധതി പ്രസംഗമായ 2 മാർഗനിർദ്ദേശങ്ങൾ എന്തെന്ന് വെച്ചാൽ, സദസ്സിന് പറ്റിയ ഘടനയുള്ള, സദസ്സിന് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം ആയിരിക്കണം പദ്ധതി പ്രസംഗത്തിൽ 2ാമത് ഉൾപ്പെടുത്തേണ്ടത്. നൽകാനുള്ള സന്ദേശം വ്യക്തമായിരിക്കണം. പ്രസംഗത്തിൽ ഉപയോഗിക്കുന്ന സന്ദേശത്തെ വ്യക്തമായി അവതരിപ്പിക്കാൻ സാധിക്കണം. ഒരാശയത്തിൽ നിന്നും മറ്റൊരു ആശയത്തിലേക്ക് ആയാസരഹിതമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിരിക്കണം. നല്ലൊരു തുടക്കവും ഉള്ളടക്കവും ഒടുക്കവും ഉണ്ടായിരിക്കണം. 5 മുതൽ 7 മിനിറ്റ് വരെയാണ് ഉള്ള സമയം. വ്യാകരണ പാലകനും ശബ്ദ നിരീക്ഷകനും തരുന്ന മാർഗനിർദ്ദേശങ്ങൾ നിന്നുകൊണ്ട് തന്നെ നല്ലൊരു പദ്ധതി പ്രസംഗം അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീ അജിത് കുമാർ CK, അപ്പോൾ താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ താങ്കൾ ഹൃദ്യസ്ഥമാക്കി എന്ന് കരുതുന്നു. അപ്പോൾ ഏവരുടെയും അനുവാദത്തോടു കൂടി വിവാഹപ്രായം എത്തി നിൽക്കുന്ന, എന്നെ പോലെ തന്നെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന ശ്രീ ഹരിദേവിനെ ഈ വേദിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് വേണ്ടി കന്യാകുമാരി ജില്ലക്കാരനായ ശ്രീ ഹരിദേവിനെ ഏവരുടെയും അനുവാദത്തോടു കൂടി നല്ലൊരു കയ്യടിയോടുകൂടി ക്ഷണിക്കുന്നു. എനിക്ക് ഇന്ന് ഇവിടെ ലഭിച്ചിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് സർക്കാർ ജോലി എന്ന സ്വപ്നം. എല്ലാവർക്കും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അത് എന്നിൽ ആദ്യം ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജ് കാലഘട്ടത്തിലാണ് ഈ സർക്കാർ ജോലി എന്ന ഒരു സ്വപ്നം ആഗ്രഹിച്ചത്. കാരണം നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുക, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ 2016 എനിക്ക് ബഹ്റിനിൽ വരേണ്ടി വന്നു. ഞാൻ 2 വർഷം ഇവിടെ ജോലി ചെയ്തു. എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വരുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എത്തിപ്പെട്ടു. 2 വർഷം ഞാനും അച്ഛനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അത്ര നന്നായിട്ടുള്ള എന്ന് പറഞ്ഞാൽ സന്തോഷം അത്രയും കിട്ടിയില്ലെങ്കിലും അടിച്ചു പൊളിച്ചില്ല. അങ്ങനെ ജീവിച്ചു പോയി. 2 വർഷം ജീവിച്ചു പോയി. ബഹ്റിൻ എന്താണെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയില്ല. പിന്നീട് 2 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യം അച്ഛനെ നാട്ടിൽ വിട്ടിട്ട് 3 മാസം കഴിഞ്ഞ് ഞാനും തിരിച്ച് നാട്ടിൽ പോകും. കാരണം ഇവിടെ നിന്ന് ഇത്രയും വർഷം അച്ഛൻ കഷ്ടപ്പെട്ടത് കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇനി ഞാനുണ്ടല്ലോ, ഇനി കുറച്ച് ദിവസം നമ്മൾ ജോലി ചെയ്ത് ഉള്ളത് വെച്ച് ജീവിക്കാം എന്നൊരു ചിന്താഗതിയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ആദ്യം അച്ഛനെ നാട്ടിൽ അയച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു നാട്ടിൽ പോയി ഒരു 1 അല്ലെങ്കിൽ 2 വർഷം ഗവൺമെൻറ് പരീക്ഷകൾക്ക് ട്രൈ ചെയ്ത് ലഭിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി 2018 ഞാൻ നാട്ടിൽ പോയി. നാട്ടിൽ പോയി 1 മാസം കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേർന്നു. ട്രിവാൻഡ്രത്തായിരുന്നു അത്. എൻലൈറ്റ് എന്ന് പറഞ്ഞൊരു കോച്ചിങ് സെൻ്റർ ആയിരുന്നു. 6 മാസം അവിടെ കോച്ചിങ് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് 2019 സിവിൽ സർവീസ് എക്സാം പ്രിലിംസിന് അപ്ലൈ ചെയ്ത് അറ്റൻഡ് ചെയ്തു. ഈ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് 3 ഘട്ടത്തിലായാണ് നടത്തുന്നത്. പ്രിലിംസ് എക്സാമിനേഷൻ,
മെയിൻസ് എക്സാമിനേഷൻ, പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ. വളരെ വിശാലമായ അറിവ് നേടിയാൽ മാത്രമേ ഇത്രയും കഠിനമായ അഭിമാനകരമായ ഒരു പരീക്ഷ ജയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി. പക്ഷേ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ആദ്യത്തെ പ്രിലിംസിൽ കിട്ടിയില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ചെറിയൊരു പ്രഷറുണ്ടായി. കാരണം ഇത് എത്ര ദിവസം മോനിങ്ങനെ വിദേശത്ത് നിന്നിട്ട് നാട്ടിൽ വന്ന് നിൽക്കുമ്പം നാട്ടുകാരാണെങ്കിൽ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. പിന്നെ അത് കേൾക്കുമ്പോഴും വീട്ടിലുള്ളവർക്കും അവർ പറയും നിനക്ക് അവിടെ തന്നെ ഇരുന്നൂടെയായിരുന്നു, എന്തിനാണ് നീ ഇപ്പോൾ നാട്ടിൽ വന്നത്. പക്ഷേ അങ്ങനെ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കോളേജിൽ തന്നെ ME പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ME ഒരു സൈഡിൽ കൂടെ പോവുകയാണ്, ഒരു സൈഡിൽ കൂടെ ഈ സിവിൽ സർവീസിൻ്റെ സ്വപ്നവുമുണ്ട്. അതിനിടയ്ക്കാണ് ഈ കോവിഡും കൂടെ വന്ന് ചാടിയത്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ അവതാളത്തിലായി. പക്ഷേ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 2 വർഷം ഞാൻ PG ആദ്യം കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് 2021 വീണ്ടും ഒരു ശ്രമം നടത്തി, അതും കിട്ടിയില്ല. പക്ഷെ ഞാൻ അപ്പോൾ വിചാരിച്ചെന്തെന്ന് പറഞ്ഞാൽ ഓക്കെ എനിക്ക് കിട്ടിയില്ല, പക്ഷേ അതിൽ നിന്നും ഞാൻ നേടിയെടുത്ത ജ്ഞാനം എനിക്കിന്ന് പ്രയോജനപ്പെട്ടില്ലെങ്കിലും നാളെ ഞാൻ 0യിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയത്. അത് ഞാനൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ അവർക്ക് മേ ബി എന്നെക്കാളും പെട്ടെന്ന് ഈ ഇൻഫർമേഷൻസ് ഗ്രാസ്പ് ചെയ്ത് അവർക്ക് കൂടുതൽ വേഗത്തിൽ ചിലപ്പോൾ ഈ എക്സാം പാസ്സാവാൻ പറ്റുമായിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രിലിംസിൽ ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് 200 മാർക്കിന് ഒരു സെക്ഷനുണ്ട്. ഈ ജനറൽ സ്റ്റഡീസിൽ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ചരിത്രം, ഹിസ്റ്ററി, ഭൂമിശാസ്ത്രം, ജോഗ്രഫി, പിന്നെ എക്കണോമി, ഈ ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, അതാണ് എക്കണോമി എന്ന് പറയുന്നത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ ഇൻ്റർനാഷണൽ റിലേഷൻ, അന്താരാഷ്ട്ര ഈ ലോകത്ത് ഇപ്പം നടക്കുന്ന കറണ്ട് അഫെയർസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ജനറൽ സ്റ്റഡീസിൽ ചോദിക്കുന്നത്. മൊത്തം 200 മാർക്കിനാണ്. അപ്പോൾ ഈ 200 മാർക്കിൽ 100 ചോദ്യങ്ങളാണ് വരുന്നത്. ഒരു ചോദ്യത്തിന് 2 മാർക്ക്. തെറ്റായിട്ടുള്ള ചോദ്യത്തിന് അവർ 0.66 മാർക്ക് കുറയ്ക്കും. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് മാർക്സ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ പ്രിലിംസിൽ എത്ര പെർസെൻറ്റേജ് എടുത്താൽ പാസ്സാവുമെന്ന് പറഞ്ഞാൽ 200-ന് ഒരു 110 മാർക്ക് എടുത്താലും നമുക്ക് മെയിൻസിലോട്ട് പോകാൻ പറ്റും. കഴിഞ്ഞ വർഷം 15 ലക്ഷം പേര് അറ്റൻഡ് ചെയ്ത എക്സാമിന് മെയിൻസിന് കിട്ടിയത് 15,000 പേർക്ക് മാത്രമായിരുന്നു. അതായത് 100-ൽ 1% ആൾക്ക് മാത്രമേ മെയിൻസിൽ പോലും പോകാൻ പറ്റുകയുള്ളൂ. പിന്നെ പ്രിലിംസിൽ CSAT എന്ന് പറഞ്ഞ ഒരു സെക്ഷനുണ്ട്. അതെന്ന് പറയുന്നത് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. അത് ജസ്റ്റ് 200-ന് 70 മാർക്ക് ആ റേഞ്ചിൽ എടുത്താൽ തന്നെ പാസ്സാവും. പിന്നെ ഈ പ്രിലിംസിൽ വരുന്ന മാർക്സ് ഒന്നും മെയിൻസിൽ അവർ കൂട്ടുകയില്ല. മെയിൻസ് എക്സാമിന് എത്ര മാർക്ക് എടുക്കുന്നോ അതും ഇൻ്റർവ്യൂവിനുള്ള മാർക്കും ചേർത്താണ് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ മാർക്ക് വരുന്നത്. മെയിൻസിൽ മൊത്തം 9 പേപ്പറുണ്ട്. അതിൽ 9-ൽ 2 പേപ്പർ എന്ന് പറയുന്നത് ലാംഗ്വേജ് ക്വാളിഫയിങ് പേപ്പേഴ്സാണ്. അതിന് പാസ്സായാൽ മാത്രം മതി. ആ പാസ്സായാൽ മാത്രമേ ബാക്കിയുള്ള 7 പേപ്പറിൻ്റെ മാർക്സ് കൗണ്ട് ചെയ്യുള്ളൂ. ഇപ്പം ലാംഗ്വേജ് ആയ സപ്പോസ് ഞാൻ മലയാളം എടുത്തു, എന്നിട്ട് ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഇത് രണ്ടിനും നമുക്ക് 30% മാർക്കിന് കുറവാണെങ്കിൽ നമ്മുടെ മെയിൻസിന് എഴുതിയ ബാക്കി 7 പേപ്പറിൻ്റെ മാർക്സ് അവർ നോക്കുകയില്ല. അപ്പോൾ ഈ ജനറൽ സ്റ്റഡീസ് 5-ഉം പിന്നെ ഓപ്ഷണൽ 2 പേപ്പറുണ്ട്. ജനറൽ സ്റ്റഡീസ് 1 പറയുന്നത് essay ടൈപ്പാണ്. നമ്മുടെ എടുക്കുന്ന ലാംഗ്വേജിന് എഴുതാൻ പറ്റും. 250 മാർക്കിനാണ് ആ എക്സാം വരുന്നത്. മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ജനറൽ സ്റ്റഡീസ് മെയിൻസിൽ എടുക്കേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ 1750 മാർക്കാണ്. ഇൻ്റർവ്യൂവിന് 275 മാർക്ക്. മൊത്തം ടോട്ടൽ മാർക്സ് 2025 മാർക്സാണ് സിവിൽ സർവീസിന് വേണ്ടുന്ന മാർക്സ്. അതിൽ 50%, അതായത് 1100 സംതിങ് എടുത്താൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരും.
അങ്ങനെ വർഷത്തിൽ ഒരു 1000 പേർക്കേ കിട്ടാറുള്ളൂ. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം ഞാൻ 2 പ്രാവശ്യം ട്രൈ ചെയ്തു. എനിക്കതിൽ അഭിമാനമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ